കേരളത്തിന്റെ പച്ചപ്പിൽ ഒളിച്ചുകിടന്ന ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു സ്വർണ്ണഗിരി. കാലം പോലും പുറംലോകത്തെത്താൻ മടിച്ച ആ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് കാലപ്പഴക്കം ചെന്ന ഒരു ഓടിട്ട വീട് നിന്നിരുന്നു. അതിന്റെ പഴകിയ ചുമരുകൾക്കുള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ നിരാശകളും അടക്കം പറഞ്ഞിരുന്നു. ആ വീട്ടിലാണ് ലക്ഷ്മിയും അവരുടെ കുടുംബവും കഴിഞ്ഞിരുന്നത്. ആ നാട്ടിലെ സാധാരണക്കാരായ ഒരു കുടുംബം. ലക്ഷ്മി ആ വീട്ടിലെ വാത്സല്യം നിറഞ്ഞ അമ്മയായിരുന്നു. അവർക്ക് 3 പെൺമക്കളും ആദ്യ വിവാഹത്തിലുള്ള ഒരു മകനുമുണ്ടായിരുന്നു. പെൺമക്കൾ: മൂത്തവൾ സാവിത്രി, രണ്ടാമത്തവൾ രമ്യ, ഇളയവർ സൗമ്യ. ആദ്യ വിവാഹത്തിലെ മകൻ മഹേഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മിയിൽ നിന്ന് അകന്നുപോയിരുന്നു. ആ ഓർമ്മ അമ്മയുടെ മനസ്സിൽ ഒരു നീട്ടിലായി എന്നും അവശേഷിച്ചു. ലക്ഷ്മിയുടെ ഭർത്താവ് ഗോവിന്ദൻ നായർ നാട്ടിലറിയപ്പെടുന്ന ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. കുടുംബത്തെ നന്നായി സ്നേഹിച്ചിരുന്ന അദ്ദേഹം മക്കൾക്കായി ഒരു വലിയ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. ഗോവിന്ദൻ നായരുടെ ആകസ്മിക വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സ്വർണ്ണഗിരിയിൽ ഒരു നിശബ്ദത പരത്തി. ദിവസങ്ങൾ നീണ്ട വിലാപങ്ങൾക്കൊടുവിൽ കുടുംബം പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചു. അധികം വൈകാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ചെക്ക് വീട്ടിലെത്തി. അത്യാവശ്യം നല്ലൊരു തുകയായിരുന്നു അത്. അമ്മ ലക്ഷ്മി ആ ചെക്ക് കയ്യിലെടുത്ത് ഒരുപാട് നേരം നോക്കിയിരുന്നു. "നിങ്ങളുടെ അച്ഛൻ പോകുമ്പോഴും നിങ്ങൾക്കായി ഒരുപാട് കരുതിയിട്ടുണ്ട് മക്കളെ," കണ്ണുകൾ നിറഞ്ഞ് അവർ പറഞ്ഞു. എന്നാൽ മൂത്ത മകൾ സാവിത്രിയുടെ പ്രതികരണം തീർത്തും വിഭിന്നമായിരുന്നു. "ഓ, അതിലെന്താ ഇത്ര അത്ഭുതം? ഏതച്ഛനാണ് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്തത്? ഇതിനൊന്നും വലിയ കാര്യമായി എടുക്കണ്ട," അവൾ തണുപ്പൻ സ്വരത്തിൽ പറഞ്ഞു. സാവിത്രിയുടെ ഈ വാക്കുകൾ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. മക്കൾക്ക് തന്നോടുള്ള സ്നേഹത്തേക്കാൾ പണത്തോടുള്ള ആർത്തിയാണ് വലുതെന്ന് ആ അമ്മയ്ക്ക് വേദനയോടെ മനസ്സിലായി. ആ ചെക്ക് ഒരു നിമിഷം മുൻപ് വരെ അവർക്ക് ഭർത്താവിന്റെ സ്നേഹസമ്മാനമായിരുന്നെങ്കിൽ ഇപ്പോഴതൊരു ഭാരമായി തോന്നി. അവർ ആ ചെക്ക് തലയണയുടെ അടിയിൽ വെച്ച് മൗനം പാലിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3 പെൺമക്കളും അവരവരുടെ ലോകങ്ങളിലായിരുന്നു. ലക്ഷ്മിയുടെ ഭർത്താവ് നൽകിയ ഇൻഷുറൻസ് പണത്തിനു പുറമെ അവർക്കൊരു ചെറിയ കടയും കുറച്ച് കൃഷിയിടവും ഉണ്ടായിരുന്നു. എങ്കിലും സ്വർണ്ണഗിരി ഒരു വികസനമെത്താത്ത ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുന്നോട്ടൊരു വളർച്ച അവർക്ക് അസാധ്യമായിരുന്നു. റോഡുകളില്ല, നല്ല ആശുപത്രികളില്ല, വെളിച്ചമില്ല. ആകെ പൊടിയും പഴകിയ ചുമരുകളും മാത്രം. നഗരത്തിലെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആ 3 സഹോദരിമാരുടെ മനസ്സിലും നിറഞ്ഞു നിന്നു. നഗരത്തിലേക്ക് പോകണമെങ്കിൽ ഈ സ്ഥലം വിൽക്കണം. പക്ഷെ ഈ വീടും സ്ഥലവും വിട്ടിട്ട് വലിയ കാര്യമില്ല. അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ആരും ഇത് വാങ്ങാനും സാധ്യതയില്ല. ഈ അമ്മയില്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങൾ നഗരത്തിലേക്ക് പോകുമായിരുന്നു, അവർ പരസ്പരം അടക്കം പറഞ്ഞു. അമ്മയെ തനിച്ചാക്കി പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. കാരണം അമ്മ അധികം രോഗിയായിരുന്നില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കിയിരുന്നു. എങ്കിലും അമ്മയൊരു തടസ്സമാണെന്ന ചിന്ത അവരെ അലട്ടി. നഗരത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അമ്മയുടെ വാത്സല്യത്തേക്കാൾ വലുതായി വളർന്നു. ഒരു ദിവസം ലക്ഷ്മി അമ്മയ്ക്ക് വയ്യാതെയായി. നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട്. ശ്വാസമെടുക്കുമ്പോൾ കിതയ്ക്കുന്നു. സാധാരണ പനിയോ ക്ഷീണമോ ആയിരിക്കും എന്നാണ് മക്കൾ കരുതിയത്. അതിനായി അവർ മരുന്ന് നൽകി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമൊന്നായില്ല. സ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇളയവൾ സൗമ്യ നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് അവർ അമ്മയെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെക്കപ്പുകൾക്ക് ശേഷം ഡോക്ടർമാർ അവരെ മാറ്റി നിർത്തി സംസാരിച്ചു. അമ്മയ്ക്ക് അവസാനഘട്ട ക്യാൻസർ ആണെന്നും ചികിത്സ വളരെ ചിലവേറിയതാണെന്നും ചികിത്സ നൽകിയില്ലെങ്കിൽ കുറച്ചു മാസങ്ങൾ മാത്രമേ ആയുസ്സുണ്ടാകൂ എന്നും ഡോക്ടർമാർ പറഞ്ഞു. പൂർണ്ണമായ ചികിത്സയ്ക്ക് ഏകദേശം 5 ലക്ഷം രൂപയെങ്കിലും ആവശ്യമുണ്ട്. ഈ വിവരം കേട്ടവർ 3 പേരും തളർന്നുപോയി. 5 ലക്ഷം! ആ തുക അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇൻഷുറൻസ് തുകയായ 3 ലക്ഷത്തോളം രൂപയിൽ കുറച്ചു പണം നേരത്തെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കും അമ്മയുടെ ആദ്യ ചികിത്സയ്ക്കുമായി ചിലവഴിച്ചിരുന്നു. ഇത്രയും വലിയ തുക ഒരു പഴയ അമ്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർ പരസ്പരം ആലോചിച്ചു. അങ്ങനെ പണത്തോടുള്ള ആർത്തിയും നഗരത്തിലെ ജീവിതത്തോടുള്ള കൊതിയും അമ്മയെ ഒഴിവാക്കാനുള്ള ചിന്തയും അവരുടെ മനസ്സിൽ പതുക്കെ വേറുറച്ചു. അവർക്ക് തോന്നിയത് സന്തോഷകരമായ ഒരു ജീവിതം തുടങ്ങാൻ ഒരു വലിയ ത്യാഗം അത്യാവശ്യമാണ് എന്നാണ്. അങ്ങനെ വീട്ടിലെ ഏകദേശം മുഴുവൻ പണികളും ചെയ്യുന്നത് തന്നെയായിരുന്നു അമ്മ. സാവിത്രിക്ക് നഗരത്തിലെ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു. അവൾ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് മുൻപിൽ ഏക തടസ്സം അമ്മയായിരുന്നു. സാവിത്രി തന്റെ സഹോദരിമാരെ ഉപദേശിച്ചു. "നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സ് കഠിനമാക്കണം. അല്ലെങ്കിൽ ഈ പഴകിയ വീട്ടിലും രോഗിയായ അമ്മയുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും." ആദ്യം അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ അമ്മ വേദന കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി, ഒരുപക്ഷെ അമ്മയെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുകയായിരിക്കും നല്ലത്. അതോടെ നമുക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാം.
അങ്ങനെ ഒരു രാത്രി 3 സഹോദരിമാരും ഒരുമിച്ചുകൂടി. സാവിത്രി തന്റെ ക്രൂരമായ തീരുമാനം അവരെ അറിയിച്ചു. ഇതൊരു കാത്തിരിപ്പാണ്, ഒരു ദുരിതമരണം. അതിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും പാഴായി പോകും. നമ്മുടെ കച്ചവടങ്ങൾ നിലയ്ക്കും, നഗരത്തിലെ സ്വപ്നങ്ങൾ തകരും. അതിലും നല്ലത് നമുക്കൊരു ശാന്തമായ മരണം അമ്മയ്ക്ക് നൽകാം. മൂത്തമകൾ സാവിത്രിയുടെ വാക്കുകൾ ആ രാത്രി ആ വീട്ടിന്റെ നിശബ്ദതയിൽ ഒരു കരിനിഴൽ വീഴ്ത്തി. ആദ്യം രണ്ടാമത്തെ മകൾ രമ്യയ്ക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നഗരത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള മോഹങ്ങളും അമ്മയുടെ ചികിത്സാ ചിലവിനെക്കുറിച്ചുള്ള ഭയവും അവളെയും ഈ പാതയിലേക്ക് എത്തിച്ചു. ഇളയവൾ സൗമ്യയുടെ മനസ്സിൽ വലിയ വെപ്രാളവും കുറ്റബോധവും നിറഞ്ഞു. ഇതൊരു വലിയ പാപമാണ്, നമുക്ക് ഈ തെറ്റ് ചെയ്യരുത് എന്നവൾ വിറയലോടെ പറഞ്ഞു. പക്ഷേ അവളുടെ ശബ്ദം അവളുടെ ചേച്ചിമാരുടെ ഉറച്ച തീരുമാനത്തിന് മുൻപിൽ ദുർബലമായി. നീ വൈകാരികമായി സംസാരിക്കുകയാണ് സൗമ്യ. നമ്മൾ നഗരത്തിലെത്തിയാൽ ഇതെല്ലാം മറക്കും. സാവിത്രി അവളെ ആശ്വസിപ്പിച്ചു. നമ്മൾ അമ്മയെ ഈ വേദനയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നീ മനസ്സ് കഠിനമാക്ക്. അങ്ങനെ ആ തീരുമാനം അവർ നടപ്പിലാക്കാൻ ഉറപ്പിച്ചു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ സമയം ലക്ഷ്മിയമ്മ വീടിന് മുകളിലെ ടെറസിൽ തുണി ഉണക്കാൻ പോയി. താഴെ അടുക്കളയിൽ സൗമ്യ മാത്രമുണ്ടായിരുന്നു. അമ്മയെ പിന്തുടർന്ന് സാവിത്രിയും മുകളിലേക്ക് പോയി. രമ്യ അകത്തൊളിച്ചിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം മുകളിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. സൗമ്യ ഭയന്ന അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഓടിവന്നു. ടെറസിനോട് ചേർന്ന് മുറ്റത്ത് ലക്ഷ്മിയമ്മ ബോധരന്ധയായി വീണുകിടക്കുന്നു. മുഖത്ത് ചെറിയ മുറിവുകളുണ്ട്. ശരീരം അനങ്ങുന്നില്ല. അമ്മയ്ക്ക് എന്തുപറ്റി? സൗമ്യ നിലവിളിച്ചു. സാവിത്രി കിതച്ചുകൊണ്ടിറങ്ങി വന്നു. അറിയില്ല, ഒരുപക്ഷെ കാൽ വഴുതി വീണതാകാം, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒരുതരം ഭയവും അതേസമയം ഒരുതരം നിർവികാരതയും ഉണ്ടായിരുന്നു. സൗമ്യ വേഗം അമ്മയുടെ അടുത്ത് ചെന്ന് നാഡി പരിശോധിച്ചു. വളരെ നേരിയ ഒരു ശ്വാസം അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മയ്ക്ക് ജീവനുണ്ട്, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാം, അവൾ അലറി. എന്നാൽ സാവിത്രിയുടെ പ്രതികരണം ഭീകരമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാണ്? ഡോക്ടർമാർ നേരത്തെ പറഞ്ഞതല്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. മരണം അടുത്തിരിക്കുന്നു. വെറുതെ പൈസ കളയണ്ട. ശാന്തമായി പോകാൻ അവരെ അനുവദിക്കുക. വേഗം കാര്യം തീർക്കുകയാണ് നല്ലത്. രമ്യ തലയാട്ടി. എല്ലാം തീരുമാനം ഉറച്ച പോലെ. സൗമ്യയുടെ നാവ് കിട്ടുപോയതുപോലെ അവൾ നിന്നു. വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച കൈകളാണ് ആ തണുത്ത ചുമരുകൾക്കുള്ളിൽ തങ്ങളെ വളർത്തിയ അമ്മയെ ഇപ്പോൾ അടക്കം ചെയ്യാൻ പോകുന്നത്. സാവിത്രി പെട്ടെന്ന് പറഞ്ഞു. നമ്മുടെ ബന്ധുക്കളെ അറിയിച്ചാൽ പിന്നെ ബഹളമായി, ചിലവായി, ആളുകളുടെ കുറ്റപ്പെടുത്തലുകളായി. അമ്മയ്ക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ച ഈ വീട്ടിൽ തന്നെ അടക്കം ചെയ്യണമെന്ന്. നമ്മളത് നിറവേറ്റാം. വേഗം തന്നെ 3 പേരും ചേർന്ന് വീടിന്റെ മുറ്റത്ത് പഴയ കിണറിനോട് ചേർന്ന കോണിൽ ഒരു കുഴി വെട്ടിത്തുടങ്ങി. മണ്ണ് മാറ്റുമ്പോഴെല്ലാം ഓരോ തവണ മൺവെട്ടി മണ്ണിൽ തറയ്ക്കുമ്പോഴും ലക്ഷ്മി അമ്മയുടെ നേർത്ത ഞരങ്കം തന്റെ കാതുകളിൽ മുഴങ്ങുന്നതായി സൗമ്യയ്ക്ക് തോന്നി. അമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടാകാം. അവർ അമ്മയുടെ മുഖത്ത് ഒരു വെള്ളത്തുണിയിട്ട് മൂടി ആ പരുപരുത്ത കുഴിയിലേക്ക് ഇറക്കി വെച്ചു. സൗമ്യ വീണ്ടും വിതുമ്പി. അമ്മയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. നോക്ക്, അമ്മയുടെ ചുണ്ടുകൾ ചലിക്കുന്നു, ശ്വാസമെടുക്കുന്നു. സാവിത്രി അവളെ കടുപ്പത്തോടെ നോക്കി. ഇതൊന്നുമല്ല, നിന്റെ വെറും തോന്നലുകളാണ്, നിന്റെ പേടിയാണ്. അമ്മ മരിച്ചു കഴിഞ്ഞു, കണ്ണടച്ചോളൂ. അങ്ങനെ സ്വന്തം മക്കളുടെ അത്യാഗ്രഹത്തിനു മുൻപിൽ അവർ ലക്ഷ്മി അമ്മയെ ജീവനോടെ കുഴിച്ചുമൂടി. ആരെയും അറിയിച്ചില്ല. അന്ത്യകർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരെയും വിളിച്ചില്ല. അവർ ആ കുഴി മൂടി വീടിന്റെ വാതിൽ അടച്ചതഴയിട്ട് അവർ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവരുടെ മനസ്സിൽ ഭാരമുണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ശബ്ദം കാതിൽ മുഴങ്ങുന്നതുപോലെ തോന്നി. അമ്മ ഇപ്പോഴും ആ കുഴിയിൽ കിടക്കുകയാവുമോ എന്ന ചിന്ത അവരെ അലട്ടി. എന്നാൽ നഗരത്തിലെ തിളക്കവും ആഡംബരവും കണ്ടപ്പോൾ ആ ഭാരം പതിയെ കുറഞ്ഞു. പുതിയ സ്വപ്നങ്ങൾ, പുതിയ ജീവിതം, പുതിയ ബന്ധങ്ങൾ. മെല്ലെ മുറ്റത്തെ കുഴി അവർ മറന്നു. മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവർ പെട്ടെന്ന് മറക്കും. അതാണല്ലോ ലോകരീതി. സ്വർണഗിരിയിലെ ഇരുളടഞ്ഞ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിന്റെ പ്രകാശത്തിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ ആ 3 സഹോദരിമാരുടെ മനസ്സിൽ തെല്ലും കുറ്റബോധം അവശേഷിച്ചില്ല. അവർ തങ്ങളെത്തന്നെ വിശ്വസിപ്പിച്ചു, നമ്മളൊരു പുതിയ ജീവിതം ആരംഭിച്ചു, ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല. നഗരത്തിലെത്തിയ അധികം വൈകാതെ സാവിത്രി താൻ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് സഹോദരിമാരോട് പറഞ്ഞു. രോഹൻ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. അയാൾ കാഴ്ചയിൽ സുന്ദരനും രാജകീയമായ പെരുമാറ്റ രീതികളുമുള്ളവൻ. അവൻ തനിച്ചായിരുന്നില്ല. അവന് 2 സഹോദരങ്ങൾ ഓടിയുണ്ടായിരുന്നു, തരുണും അരുണും. അവരും സൗന്ദര്യത്തിലൊട്ടും പിന്നിലായിരുന്നില്ല. ഈ 3 സഹോദരങ്ങളുടെ പിതാവ് ഒരു വലിയ വ്യവസായിയായിരുന്നു. ഭൂരിഭാഗം സമയവും അദ്ദേഹം വിദേശത്തായിരുന്നു. മാതാവ് നേരത്തെ മരിച്ചുപോയതിനാൽ അവർ മൂവരും നഗരത്തിലെ വലിയൊരു വീട്ടിൽ ജോലിക്കാരുമായി കഴിയുകയായിരുന്നു. സാവിത്രി രോഹനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം രമ്യയ്ക്കും സൗമ്യയ്ക്കും അത്ഭുതം തോന്നി. എന്നാൽ അവരുടെ സമ്പത്തും പശ്ചാത്തലവും മനസ്സിലാക്കിയപ്പോൾ ഇതൊരു വലിയ ഭാഗ്യമാണെന്നവർ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ തന്നെ സാവിത്രിയും രോഹനും തമ്മിലുള്ള വിവാഹം നടന്നു. അതൊരു ലളിതമായ ചടങ്ങായിരുന്നു. സ്വർണഗിരിയിലെ ആരും അറിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബാക്കി 2 സഹോദരിമാരും
മറ്റു 2 സഹോദരന്മാരെ വിവാഹം കഴിച്ചു. രമ്യ തരുണിനെയും ഇളയവൾ സൗമ്യ അരുണിനെയും. ഈ വിവാഹങ്ങളെല്ലാം അവരുടെ പുതിയ ജീവിതത്തിനുള്ള ഒരു നിക്ഷേപമായിട്ടാണ് അവർ കണ്ടത്. ലാഭകരമായ ഒരിടപാട്. ഭർത്താക്കന്മാരുടെ പണം ഉപയോഗിച്ച് അവർ തങ്ങളുടെ ആദ്യത്തെ ബിസിനസ് ആരംഭിച്ചു. ഒരു ചെറിയ തുണിക്കട. 3 പേരും ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. 1 വർഷം തികയും മുമ്പ് അവർ ആഗ്രഹിച്ചതെല്ലാം അവർക്കു സ്വന്തമായി. നല്ല വീട്, കാറ്, ബിസിനസ്, പണം. എന്തിനാണ് നമ്മൾ ഇത്രയും കാലം ആ ഗ്രാമത്തിൽ കഷ്ടപ്പെട്ടത്? അവർ അത്ഭുതപ്പെട്ടു. നഗരത്തിലെ ജീവിതം എത്ര മനോഹരമാണ്! ആഡംബരം, വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, പുതിയ ജീവിതശൈലി എല്ലാം എത്ര പെട്ടെന്നാണ് മാറിയത്. മുറ്റത്ത് തങ്ങൾ ജീവനോടെ കുഴിച്ചിട്ട അമ്മയുടെ ഓർമ്മകൾ പതിയെ മാഞ്ഞു തുടങ്ങി. അമ്മയെ അടക്കിയ ദിശ പോലും ഓർമ്മയില്ലാതായി. ഓർമ്മകൾ പെട്ടെന്ന് മാഞ്ഞുപോകും, പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളുടെ വർണ്ണപ്പുലിമയിൽ. അവർ താമസിച്ചിരുന്നത് ഒരു കൊട്ടാരം പോലുള്ള വീട്ടിലായിരുന്നു. ഒരു ദിവസം ആ വീട്ടിൽ അവരുടെ ബന്ധാക്കന്മാർക്ക് അവകാശമുണ്ടെന്നും ഉടൻ തന്നെ ആ വീടൊഴിയണമെന്നും പറഞ്ഞ നിയമപരമായ അറിയിപ്പ് ലഭിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നിയമപരമായ നോട്ടീസ് ലഭിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവർ ആ വലിയ വീട് ഉപേക്ഷിച്ച് ഒരു ചെറിയ വാടക ഫ്ലാറ്റിലേക്ക് മാറി. 3 ഭർത്താക്കന്മാരും 3 ഭാര്യമാരും ചെറിയ ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. മുൻപവർ അനുഭവിച്ചിരുന്ന സുഖസൗകര്യങ്ങൾ ഒന്നൊന്നായി അവരിൽ നിന്നും അകന്നുപോയി. ശ്വാസമുട്ടിക്കുന്ന അന്തരീക്ഷം. അവിടെ നിന്നാണ് അവരുടെ ഭാഗ്യദോഷം ആരംഭിച്ചത്. ബിസിനസ് പെട്ടെന്ന് തകരാൻ തുടങ്ങി. ലാഭം നൽകിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി. കച്ചവടമുള്ള കടകൾ പെട്ടെന്ന് ഒഴിഞ്ഞുകിടന്നു. 3 സഹോദരിമാർ ഒരുമിച്ച് നടത്തിയിരുന്ന ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഒരാൾ ഒരു ഉപദേശം നൽകിയാൽ മറ്റൊരാൾ അതിനെ എതിർത്തു, പരിഹസിച്ചു. വഴക്കുകൾ പതിവായി. ഇതേസമയം ഭർത്താക്കന്മാരായ 3 സഹോദരന്മാർക്കിടയിലും അകലം വന്നു. ദാമ്പത്യബന്ധങ്ങൾ വഷളായി. 3 സഹോദരിമാരും പരസ്പരം അകന്നു. വീട്ടിലെ അന്തരീക്ഷം കലുഷിതമായി. ഒരുമിച്ച് ചേർത്ത് നിർത്തിയ ബിസിനസ് അവരെ പരസ്പരം അകറ്റാൻ തുടങ്ങി. അവരുടെ ചുറ്റുമുള്ള മതിലുകൾ തങ്ങളെ ഞെരുങ്ങുന്നതായി അവർക്ക് തോന്നി. സഹോദരിമാർക്കിടയിൽ സൗഹൃദം നഷ്ടപ്പെട്ടു. പകരം ഒരുതരം അപരിചിതത്വം വന്നു. ഉള്ളിൽ പേടി നിറഞ്ഞു. രാത്രിയിൽ ഉറക്കമുണരുമ്പോൾ അമ്മയുടെ അവസാന നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നു. അമ്മയ്ക്ക് ജീവനുണ്ട്, ശ്വാസമെടുക്കുന്നുണ്ട് എന്ന് താൻ പറഞ്ഞതും, നിന്റെ തോന്നലാണെന്നും അമ്മ മരിച്ചു എന്ന് സഹോദരിമാർ പറഞ്ഞതും സൗമ്യ ഓർത്തു. ഇത്രയും പെട്ടെന്ന് തങ്ങളുടെ ജീവിതം തകരാൻ കാരണമെന്താണെന്ന് അവർ ചിന്തിച്ചു. അത്യാഗ്രഹത്തിന്റെയും ക്രൂരതയുടെയും ആ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഏതൊക്കെയോ കോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. എങ്കിലും ആ രഹസ്യം പുറത്തു വന്നാൽ തങ്ങൾക്കുണ്ടാകുന്ന ആ അവസാനത്തെ വിലയും നഷ്ടപ്പെടുമെന്ന് ഭയന്ന് അവർ മൗനം പാലിച്ചു. ഒടുവിൽ ഏറ്റവും ശക്തയായിരുന്ന സാവിത്രി പോലും തകർന്നുപോയി. നമുക്ക് അമ്മയുടെ ശാപം കിട്ടിയതാണ്, അവൾ വിതുമ്പി. ബിസിനസ് നിലച്ചു. ഭർത്താക്കന്മാർ പണത്തെക്കുറിച്ചും അവരുടെ പഴയ സുഖസൗകര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ദിവസം കുത്തുവാക്കുകൾ പറഞ്ഞു. മക്കൾക്ക് മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. പഴയതെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുന്ന മക്കളുടെ ചോദ്യങ്ങൾ അവരെ വേദനിപ്പിച്ചു. സാവിത്രി ഒരു ദിവസം എല്ലാവരെയും വിളിച്ചുകൂട്ടി. നമ്മളൊരു തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചു. സ്വർണഗിരിയിലെ ആ വീടും സ്ഥലവും നമുക്ക് വിൽക്കാം. കിട്ടുന്ന പണം തുല്യമായി ഭാഗിക്കാം. എന്നിട്ട് അവനവന്റെ വഴി നോക്കാം. വേറെ വഴിയില്ലാത്തതിനാൽ എല്ലാവരും ഈ തീരുമാനത്തെ അംഗീകരിച്ചു. ഒരുമിച്ച് നിന്നൊന്നും നേടാനില്ലാത്ത ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോരാടി ഭാഗ്യം പരീക്ഷിക്കാനായിരുന്നു അവരുടെ തീരുമാനം. ഒരു പഴയ വാടക വാൻ ബുക്ക് ചെയ്തു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവർ സ്വർണഗിരിയിലേക്ക് യാത്ര തിരിച്ചു. വഴിയോരത്ത് പഴയ ഓർമ്മകൾ പങ്കുവച്ച് അവർ യാത്ര ചെയ്തു. ബാല്യകാല കളികൾ, വഴക്കുകൾ, വൈകുന്നേരങ്ങൾ കളിച്ചു നടന്ന വഴികൾ. യാത്രക്കിടയിൽ രമ്യ പറഞ്ഞു, ആ വീട് ഒരുപാട് പഴകിയിരിക്കും, വൃത്തികേടായിരിക്കും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടി വരും. അവിടെ അടുത്തൊന്നും താമസിക്കാൻ ഒരു ഹോട്ടൽ പോലുമില്ല. ഇന്ന് രാത്രി എവിടെ കഴിയും? സൗമ്യ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊന്നും സാരമില്ല, അവിടെ എത്തട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാകും, സാവിത്രി ആത്മവിശ്വാസം നൽകി. വണ്ടി സ്വർണഗിരി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. പഴയ വഴികളും വയലുകളും കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ നഷ്ടബോധത്തിന്റെ തിളക്കം വന്നു. തങ്ങളുടെ വീടിരിക്കുന്ന തെരുവിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോൾ 3 പേരുടെയും മുഖത്ത് ഒരുതരം പരിഭ്രമം നിഴലിച്ചു. നമ്മൾ വഴിതെറ്റിയോ? സാവിത്രി ചോദിച്ചു. അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ അവർ ഓർമ്മിച്ച വീടായിരുന്നില്ല. പഴയ ചെറിയ മൺവീടും മുറ്റത്തുണ്ടായിരുന്ന മരവും തകർന്ന കസേരയും എല്ലാം അപ്രത്യക്ഷമായിരുന്നു. പകരം അവിടെ ഉയർമേറിയ 3 നിലയുള്ള ഒരു ആഡംബര ബംഗ്ലാവ് തലയുയർത്തി നിന്നു. ആരോ തങ്ങളുടെ സ്ഥലം കൈയടക്കി ഒരു കൊട്ടാരം പണിതതുപോലെ തോന്നി. ഹൃദയമിടിപ്പ് കൂടി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്താരോ ഉണ്ടെന്ന് തോന്നുന്നു. അവർ മടിച്ചുമടിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. മുറ്റത്തേക്ക് കാലെടുത്തു വെച്ച മാത്രയിൽ തന്നെ അവർ കണ്ട കാഴ്ചയിൽ തറഞ്ഞുപോയി നിന്നു.
അവരുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി. അവിടെ തങ്ങൾ അമ്മയെ കുഴിച്ചിട്ട അതേ കോണിൽ ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ഒരു ഭംഗിയുള്ള ശവകുടീരം. അതൊരു താൽക്കാലിക കുഴിയായിരുന്നില്ല, നന്നായി പണിത ശവകുടീരം. അതിൽ മലയാളത്തിൽ കുറിച്ച ചില വാക്കുകൾ കൊത്തിവെച്ചിരുന്നു. അവർ വിറയ്ക്കുന്ന കാലുകളോടെ ആ ശിലാലിഖിതത്തിനടുത്തേക്ക് നീങ്ങി. അതിലെ വാക്കുകൾ അവർ വായിച്ച നിമിഷം അവരുടെ കാലുകൾ നിലം തൊടാതെ നിന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശ്വാസം നിലച്ചുപോയി. ആ കല്ലിൽ കൊത്തിവെച്ചിരുന്നത് ഇതായിരുന്നു: ഞാനല്ല ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്റെ 3 പെൺമക്കളാണ്. ഈ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നിലവിളിയായി പുറത്തേക്ക് വന്നു. കല്ലിൽ കൊത്തിയതുപോലെ അവർക്ക് തോന്നി. ഒരു നിമിഷം എല്ലാവരും നിശ്ചലരായി. കണ്ണുകൾ തുറിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. ശ്വാസം നിലച്ചുപോയി. എന്താണിവിടെ സംഭവിക്കുന്നത്? തങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാത്ത ഒരു ശവകുടീരം, അത് തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സമയം സാവിത്രിയുടെ തോളിൽ ആരോ കൈവച്ചു. ഭയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. അവിടെ നിന്നത് മറ്റാരുമായിരുന്നില്ല, മഹേഷ്. ലക്ഷ്മി അമ്മയുടെ ആദ്യ വിവാഹത്തിലെ മകൻ. മഹേഷിനെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. ആദ്യ ഭർത്താവിന്റെ വീട്ടുകാർ അമ്മയിൽ നിന്ന് അവനെ കൊണ്ടുപോയെന്നും പിന്നീട് അവൻ എവിടെയോ വളർന്നു വലുതായെന്നും അവർ കേട്ടു. ആ വേദന അമ്മ ആരോടും പറയാതെ മനസ്സിലൊതുക്കി. മഹേഷിന്റെ കഥ ഒരു പഴയ ഓർമ്മയായിട്ടാണ് അവർ കരുതിയിരുന്നത്. മഹേഷ് ഗൗരവത്തോടെ സാവിത്രിയെ നോക്കി. അതെ, ഇതേ മണ്ണാണ്. ഞാൻ ജനിച്ചു വീണതും നിങ്ങൾ എന്റെ അമ്മയെ ജീവനോടെ കുഴിച്ചുമൂടിയതും ഈ മണ്ണിലാണ്. സാവിത്രി പരിഹാസത്തോടെ അവനെ നോക്കി. നീയാണോ ഞങ്ങളുടെ സ്ഥലം കൈയടക്കിയത്? നീയാണോ ഞങ്ങളുടെ അമ്മയുടെ കല്ലറയിൽ ഈ കള്ളം എഴുതിവെച്ചത്? ഇതൊരു കള്ളമല്ല. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ സത്യമാണ് ഞാൻ കല്ലിൽ കൊത്തിയത്. ലോകം അറിയട്ടെ. അത്യാഗ്രഹം കൊണ്ട് രക്തബന്ധം അറുക്കുന്നവർക്ക് നേരെ മണ്ണും നിലവിളിക്കും, മഹേഷ് പറഞ്ഞു. ഈ സമയം പുറകിൽ നിന്നൊരു പാൽപ്പഴിമാട്ടം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വലുതായി. അവിടെ മുറ്റത്ത് ശാന്തയായും ആരോഗ്യവതിയായും ആരും ശ്രദ്ധിക്കാതെ ലക്ഷ്മിയമ്മ നിൽക്കുന്നു. അവർ ക്യാൻസർ രോഗിയാണെന്ന് കരുതി ജീവനോടെ കുഴിച്ചുമൂടിയ അമ്മ, തങ്ങളുടെ കൈകളിൽ കിടന്ന് പെടഞ്ഞ അതേ അമ്മ ഇപ്പോൾ ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ ശാന്തമായി അവരെ നോക്കി നിൽക്കുന്നു. അവരുടെ മുഖത്ത് വെറുപ്പോ ദേഷ്യമോ ഒന്നുമുണ്ടായിരുന്നില്ല. പകരം ഒരുതരം നിർവികാരതയായിരുന്നു. അത് അവരുടെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചുകയറി. സ്വർണഗിരിയിലെ ആ ആഡംബര ബംഗ്ലാവിന്റെ മുറ്റത്ത് തങ്ങളെ നോക്കി ശാന്തമായി നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ കണ്ടപ്പോൾ 3 സഹോദരിമാരുടെയും കാലുകൾ കുഴഞ്ഞുപോയി. ഭയം, കുറ്റബോധം, അവിശ്വാസം, ഈ വികാരങ്ങളെല്ലാം അവരെ ഒരുമിച്ചാക്രമിച്ചു. അവർക്ക് ശബ്ദമുയർത്താനോ ഓടി രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയ അതേ അമ്മ. ലക്ഷ്മിയമ്മയുടെ കണ്ണുകളിൽ തന്റെ മക്കളോട് ഒരു കാലത്തുണ്ടായിരുന്ന വാത്സല്യത്തിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം അവരെ നോക്കി നിൽക്കുന്ന ഒരുതരം നിസ്സംഗതയായിരുന്നു അത് അവരുടെ ഹൃദയത്തിൽ മുള്ളുപോലെ തറച്ചുകയറി. നിങ്ങൾ മരിച്ചില്ലേ? സാവിത്രി വിക്കി ചോദിച്ചു. ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങൾ എന്നെ മരിച്ചതായി കണക്കാക്കി കുഴിച്ചുമൂടിയെന്ന് എനിക്കറിയാമോളെ. പക്ഷെ ദൈവം തീരുമാനിച്ചാൽ ഒരാൾക്ക് മറ്റൊരാളെ മരിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ മരിച്ചെന്ന് കരുതി നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ വന്നതാണോ? അമ്മയുടെ ചോദ്യം ഒരു കൂർത്ത അമ്പുപോലെ അവരുടെ നെഞ്ചിലേക്ക് തുളച്ചുകയറി. ഈ സമയം മഹേഷ് മുന്നോട്ടു വന്നു. അവന്റെ കണ്ണുകളിൽ വെറുപ്പും ദേഷ്യവും അഗ്നി പോലെ ജ്വലിച്ചു. നിങ്ങൾ എന്റെ അമ്മയെ കുഴിയിൽ തള്ളി താഴെയിട്ടു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഇവിടെ എത്തിയപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു. മുറ്റത്ത് കണ്ട പുതിയ മൺകൂണ എന്നിൽ സംശയമുണ്ടാക്കി. ലക്ഷ്മിയമ്മ തുടർന്നു. മഹേഷ് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഞാൻ മരിച്ചെന്ന് കരുതി നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ വന്നതാണോ? ഞാൻ മരിച്ചെന്ന് കരുതി നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ വന്നതാണോ? മഹേഷ് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഞാൻ മരിച്ചെന്ന് കരുതി നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ വന്നതാണോ? ലക്ഷ്മിയമ്മ തുടർന്നു. മഹേഷ് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി. എന്റെ ശ്വാസം നിലച്ചിരുന്നില്ല. അവൻ എന്നെ ആ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് നഗരത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി മാസങ്ങളോളം ചികിത്സ നൽകി. ക്യാൻസർ പൂർണ്ണമായി മാറി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. മഹേഷ് കൂട്ടിച്ചേർത്തു. നിങ്ങൾ അമ്മയെ കൊന്നത് സമ്പത്തിനു വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ അത്യാഗ്രഹം അമ്മയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്റെ അമ്മയ്ക്കു വേണ്ടി ഞാൻ പോരാടി. ചികിത്സയ്ക്ക് വേണ്ട പണം ഞാൻ കണ്ടെത്തി. നിങ്ങളുടെ കണ്ണിൽ അമ്മ ഒരു ഭാരമായിരുന്നെങ്കിൽ എനിക്ക് അമ്മ ഒരു നിധിയായിരുന്നു. ലക്ഷ്മി അമ്മ വേദനയോടെ പറഞ്ഞു. ഞാൻ തീരുമാനമെടുത്തു. എന്നെ ജീവനോടെ കുഴിച്ചുമൂടിയ പെൺമക്കളേക്കാൾ വലുത് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മകൻ തന്നെയാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവ് എനിക്കായി നൽകിയ എല്ലാ സ്വത്തും, ഈ വീടും സ്ഥലവും, എന്റെ സമ്പാദ്യങ്ങളെല്ലാം ഞാൻ മഹേഷിന്റെ പേരിൽ എഴുതിവെച്ചു. നിങ്ങൾ എനിക്ക് ജന്മം നൽകിയവളാണെന്ന് പറഞ്ഞ് എന്നെ രക്ഷിച്ച ഒരു മകന്റെ കൂടിയാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തിനു വന്നു? സ്വത്തിനു വേണ്ടിയോ? ഇവിടെ നിങ്ങൾക്കൊന്നും അവകാശമില്ല.
നിങ്ങൾ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ ജീവിതത്തിൽ നിന്നും ഈ സ്വത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുന്നു. തിരികെ പോകുക. ലക്ഷ്മി അമ്മയുടെ ശബ്ദം ശക്തമായിരുന്നു. ഇത് കേട്ടപ്പോൾ സാവിത്രിക്ക് ദേഷ്യം വന്നു. നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഞങ്ങളെ സ്വത്ത് വേറെ ഒരാളുടെ പേരിൽ എഴുതി വയ്ക്കാൻ? ഇതെല്ലാം എന്റെ അച്ഛന്റെ വകയാണ്. ഇതിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആ നിമിഷം ലക്ഷ്മി അമ്മയുടെ ക്ഷമ നശിച്ചു. അവർ സാവിത്രിയുടെ മുഖത്ത് ശക്തമായൊരു അടി കൊടുത്തു. അച്ഛന്റെ വീടാണ് ഒരു മകൾ സ്വന്തം അമ്മയെ കൊഴിച്ചുമൂടാതെ സംരക്ഷിക്കേണ്ട സ്ഥലം. സ്വന്തം അമ്മയോട് കരുണയില്ലാത്ത മകൾക്ക് വേണ്ടി ഒരു വീടും നിലനിൽക്കില്ല. ആ വീട്ടിലെ ചുമരുകൾ പോലും കരയും. മഹേഷ് ഒട്ടും പിന്നിലായിരുന്നില്ല. അവൻ സാവിത്രിയെ നോക്കി. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ സ്ഥലമായിരുന്നല്ലോ. ഇപ്പോൾ ഈ സ്ഥലം എന്റേതാണ്. ഈ നാട്ടിലെ ASIയും കൂടിയാണ് ഞാൻ. അമ്മയെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചതിന് നിങ്ങളുടെ പേരിൽ കേസെടുക്കണോ? എല്ലാം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഈ കല്ലറയിൽ എഴുതി വച്ചു. നിങ്ങൾ മരിച്ചെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങിക്കോളൂ. മഹേഷ് ഒരു വിജയിയെപ്പോലെ പുച്ഛത്തോടെ അവരെ നോക്കി. ഇത് കേട്ടപ്പോൾ 3 പേരുടെയും കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. നാണക്കേടുകൊണ്ടും ഭയം കൊണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് അമ്മയുടെ കാൽക്കൽ വീഴാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. പരസ്പരം നോക്കി അവർ നിസ്സഹായരായി കരഞ്ഞു. ലക്ഷ്മി അമ്മയുടെ ശക്തമായ വാക്കുകൾ. താനിപ്പോൾ ആ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മഹേഷിന്റെ മുന്നറിയിപ്പ്. ഈ യാഥാർത്ഥ്യങ്ങൾ 3 സഹോദരിമാരുടെയും നട്ടെല്ല് തകർത്തു. അമ്മയുടെ പാദങ്ങളിൽ വീണ് മാപ്പിരയ്ക്കാൻ പോലും അവർക്ക് ശക്തിയുണ്ടായിരുന്നില്ല. ലജ്ജയും ഭയവും അവരെ നിശബ്ദരാക്കി. അവർ പരസ്പരം നോക്കി. തങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പോകുക, എന്റെ കൺമുന്നിൽ നിന്ന് പോവുക. എന്റെ വാത്സല്യം നിങ്ങൾ അന്ന് മണ്ണിൽ കുഴിച്ചിട്ടു. ഇനി നിങ്ങൾക്കിവിടെ ഒന്നും ബാക്കിയില്ല. ലക്ഷ്മിയമ്മ അവരെ ആട്ടിയകറ്റി. ഞാൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു, കാരണം നിങ്ങൾ എന്റെ മക്കളാണ്. പക്ഷെ നിയമത്തെ നിങ്ങൾക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. മഹേഷിനെ ഭയപ്പെടുക. ഒരു വാക്കുപോലും തിരികെ പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെപ്പോലെ തലകുനിച്ച് അവർ ആ മുറ്റം വിട്ടിറങ്ങി. മഹേഷ് പുച്ഛത്തോടെയുള്ള ചിരിയോടെ അവരെ നോക്കി നിന്നു. സ്വർണഗിരിയിലെ ആ മനോഹര സൗധത്തിൽ നിന്നിറങ്ങി നഗരത്തിലേക്ക് തിരികെ പോകുമ്പോൾ അവരുടെ ലോകം പൂർണ്ണമായും തകർന്നു. നഗരം അവർക്ക് നേരത്തെ തന്നെ അന്യമായിരുന്നു. ഇപ്പോൾ സ്വന്തം നാടും അവർക്ക് വിലക്കപ്പെട്ട കനിയായി മാറിയിരിക്കുന്നു. തിരിച്ചെത്തിയപ്പോഴേക്കും അവരുടെ ജീവിതം പഴയതിലും ദയനീയമായിരുന്നു. കച്ചവടം പൂർണ്ണമായും നിലച്ചു. ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യങ്ങളും ചികിത്സകൾക്കും കടങ്ങൾ വീട്ടാനുമായി തീർന്നുപോയി. ഭർത്താക്കന്മാർ രോഹനും തരുണും അരുണും എല്ലാം അവരെ ദിവസവും കുറ്റപ്പെടുത്തി. നിങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ ഇൻഷുറൻസ് പണം എവിടെ പോയി? നിങ്ങൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അത് കളഞ്ഞില്ലേ? അവർ ചോദിച്ചു. ആ പഴയ സ്ഥലം വിട്ടിട്ട് നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാമായിരുന്നു. നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണത് നഷ്ടപ്പെട്ടത്. ഭർത്താക്കന്മാർ കുത്തുവാക്കുകൾ പറഞ്ഞു. മക്കളാകട്ടെ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഈ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു വാശി പിടിച്ചു. ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടിയുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഈ ദുരിത ജീവിതത്തിന് കാരണം മറ്റാരുമല്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഏത് ദിവസം അമ്മയെ അവർ കുഴിച്ചിട്ടുവോ അതേ ദിവസം തങ്ങളുടെ ഭാഗ്യവും സന്തോഷവും അവർ മണ്ണിട്ട് മൂടി. ഒരിക്കൽ നഗരത്തിൽ സുഖലോലുപരായി ജീവിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിശപ്പടക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയപ്പോൾ സാവിത്രി തളർന്ന് നിലത്തിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് രമ്യയോട് പറഞ്ഞു, രമ്യ, നമുക്ക് അമ്മയുടെ ശാപം കിട്ടിയതാണ്. അമ്മയുടെ കൈകൾ നമ്മുടെ തലയിലുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ഈ ലോകത്ത് നേടുന്ന ഒരു പണവും അമ്മയുടെ അനുഗ്രഹത്തേക്കാൾ വലുതല്ല. സൗമ്യയ്ക്ക് ഏറ്റവും സങ്കടം തോന്നിയത് തങ്ങൾ അമ്മയെ കുഴിച്ചിടുമ്പോൾ അമ്മയ്ക്ക് ജീവനുണ്ട് എന്ന് താൻ പറഞ്ഞതാരും ചെവികൊണ്ടില്ലല്ലോ എന്നോർത്താണ്. തന്റെ വാക്കുകൾ അവർ കേട്ടിരുന്നെങ്കിൽ ഈ ചിന്തകൾ അവരെ ഭ്രാന്തടിപ്പിച്ചു. മാസങ്ങൾ കടന്നുപോയി. അവർക്ക് നഗരത്തിലെ ജീവിതം തീരെ ഇഷ്ടമല്ലാതായി. ഭർത്താക്കന്മാരുമായുള്ള ബന്ധം വഷളായി. പിരിഞ്ഞുപോകാൻ പോലും ആഗ്രഹിച്ചു. പക്ഷെ അവർക്ക് പോകാൻ വേറെ ഒരിടമുണ്ടായിരുന്നില്ല. പലപ്പോഴും അവർക്ക് തോന്നി, ഒരിക്കലെങ്കിലും സ്വർണഗിരിയിൽ തിരിച്ചുപോകണം, അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പു പറയണം. പക്ഷെ അമ്മയുടെ കടുപ്പമേറിയ വാക്കുകളും മഹേഷിന്റെ ഭീഷണിയും അവരെ അതിൽ നിന്ന് തടഞ്ഞു. അമ്മ തങ്ങളെ വീണ്ടും ആട്ടിയോടിച്ചാലോ എന്ന ഭയം അവരെ വേട്ടയാടി. അവർക്കൊരു സത്യം മനസ്സിലായി. ലോകത്തിലെ ഒരു സമ്പത്തിനും അമ്മയുടെ അനുഗ്രഹത്തേക്കാൾ മൂല്യമില്ല. മാതൃദേവോ ഭവ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയവൻ ലോകവും പരലോകവും വിജയിച്ചു. അവർ അമ്മയുടെ കണ്ണിൽ കണ്ട കണ്ണുനീരിന്റെ വിലയെന്താണെന്ന് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. ആ കണ്ണുനീരിന് പകരമായി അവർക്കൊരിക്കലും മനഃശാന്തി ലഭിച്ചില്ല. ഇനി ഒരിക്കലും ലഭിക്കുകയുമില്ല. കൂട്ടുകാരെ, ഓർക്കുക, ഏത് വീട്ടിലാണോ അമ്മയുടെ വില കുഴിച്ചുമൂടപ്പെടുന്നത്, അവിടെ നിന്ന് ഐശ്വര്യവും അനുഗ്രഹവും എന്നേക്കുമായി വിട്ടകലും.
സ്വർണ്ണഗിരിയിലെ ആ സൗധത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടതിനു ശേഷം 3 സഹോദരിമാരുടെയും നഗരത്തിലെ ജീവിതം പൂർണ്ണമായും വഴിമുട്ടി. സ്വർണ്ണഗിരിയിൽ കണ്ട ആഡംബര ബംഗ്ലാവ്, മഹേഷിന്റെ ഉയർന്ന സ്ഥാനം, ഇവ അവരുടെ ആത്മാഭിമാനം തകർത്തു. അമ്മയോട് മാപ്പു പറയാൻ പോലും കഴിയാതെ മടങ്ങിയ അവർക്ക് മുൻപിൽ നഗരത്തിലെ വാടക ഫ്ളാറ്റ് ഒരിരുണ്ട തടവറയായി മാറി. ഈ സമയത്താണ് സാമ്പത്തികമായ തകർച്ച ദാമ്പത്യബന്ധങ്ങളെ അടിമുടി ഉലച്ചുകളഞ്ഞു. പണവും പ്രതാപവും നഷ്ടമായതോടെ ഭർത്താക്കന്മാരായ രോഹനും തരുണും അരുണും എല്ലാം തങ്ങളുടെ ക്രൂരമായ സ്വഭാവം പുറത്തെടുത്തു. അവർ സഹോദരിമാരെ പണത്തിനു വേണ്ടി മാത്രം വിവാഹം ചെയ്തവരായിരുന്നു. വരുമാനം നിലച്ചതോടെ അവർക്ക് ഭാര്യമാരിൽ താൽപ്പര്യമില്ലാതായി. നിങ്ങൾ കാരണം എന്റെ ബിസിനസ് പോയി, എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാൻ നാണം കെട്ടു. രോഹൻ സാവിത്രിയോട് വഴക്കിട്ടു. നിങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നല്ലോ, അത് വിറ്റ് നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാമായിരുന്നു. നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. ഭർത്താക്കന്മാർ കുത്തുവാക്കുകൾ പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ സ്വന്തം അമ്മയെ ഒഴിവാക്കിയത്? നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്കിപ്പോഴെങ്കിലും മനസ്സിലായോ? ഒരമ്മയുടെ അനുഗ്രഹമില്ലാത്ത ജീവിതം ഇങ്ങനെയായിരിക്കും. ഭർത്താക്കന്മാരുടെ ഈ കുത്തുവാക്കുകളും അവഗണനയും സഹോദരിമാർക്കിടയിലെ ബന്ധം ശിഥിലമാക്കി. അവർ പരസ്പരം പഴിച്ചും കരഞ്ഞും ദിവസങ്ങൾ തള്ളി നീക്കി. ഇനി ഒരുമിച്ച് ജീവിച്ചാൽ രക്ഷയില്ലെന്നവർ 3 പേരും മനസ്സിലാക്കി. സഹോദരിമാർ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടും വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നില്ല. ഒരു ദിവസം സാവിത്രി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു ഫ്ളാറ്റിലെത്തിയപ്പോൾ വീട് നിശബ്ദമായിരുന്നു. അവൾ സഹോദരിമാരെ വിളിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് അവൾ മുറിയുടെ മൂലയിൽ വച്ച ഒരു കടലാസ് ശ്രദ്ധിച്ചത്. അത് ഭർത്താക്കന്മാരെഴുതിയ കത്തായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും അത്യാഗ്രഹവും ഞങ്ങളുടെ ജീവിതം തകർത്തു. നിങ്ങളൊരു ഭാരമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇനിയും കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, ഞങ്ങൾ പോകുന്നു. രോഹൻ, തരുൺ, അരുൺ 3 ഭർത്താക്കന്മാരും അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. സമ്പത്തും സ്ഥാനമാനങ്ങളും പോയപ്പോൾ സ്നേഹം നിലനിർത്താൻ പോലും ഭർത്താക്കന്മാർ തയ്യാറായില്ല. അമ്മയെ ഭാരമായി കണ്ടതിന് ദൈവം നൽകിയ ശിക്ഷയായി ഇതിനെ കണക്കാക്കി. അവർ തകർന്നുപോയി. കുട്ടികളുമായി ആ ചെറിയ ഫ്ളാറ്റിൽ അവരൊറ്റപ്പെട്ടു. വാടക കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ ഫ്ളാറ്റ് ഉടമ അവരെ ഇറക്കിവിട്ടു. നിസ്സഹായരായി അവർ നഗരത്തിലെ ചേരി പ്രദേശത്തേക്ക് ചേക്കേറി. നഗരത്തിലെ തിരക്കിനിടയിൽ ആരുമറിയാതെ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ അവർ തങ്ങളുടെ ദുരിതജീവിതം തുടർന്നു. ജീവിതത്തിലെല്ലാം സമ്പാദിച്ചിട്ടും അമ്മയുടെ അനുഗ്രഹമില്ലാത്തതിനാൽ ഒന്നും നിലനിർത്താൻ കഴിയാത്ത സത്യം അവർക്ക് വേദന നൽകി. ചേരിയിലെ ആ ദുരിതജീവിതത്തിൽ 3 സഹോദരിമാർക്കും ഒരു കാര്യം വ്യക്തമായി. തങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ: ലക്ഷ്മി അമ്മയുടെ മാപ്പ്. പണവും പ്രതാപവും നഷ്ടമായെങ്കിലും അമ്മയുടെ അനുഗ്രഹം വീണ്ടും കിട്ടിയാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്നവർ വിശ്വസിച്ചു. കുട്ടികളെയും കുട്ടി അവർ സ്വർണ്ണഗിരിയിലേക്ക് യാത്ര തിരിച്ചു. ഇത്തവണ ഭയമുണ്ടായിരുന്നില്ല. മാപ്പ് ചോദിക്കാനുള്ള തീവ്രമായ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ സ്വർണ്ണഗിരിയിലെ ആ ആഡംബര വീടിന്റെ മുന്നിലെത്തി. പഴയതുപോലെ വീട് പൂട്ടിയിരുന്നില്ല. വാതിൽ തുറന്നുകിടന്നു. അവർ മടിച്ചുമടിച്ച് അകത്തേക്ക് കയറി. വീടിനുള്ളിൽ ശാന്തമായ അന്തരീക്ഷം. മഹേഷ് വീട്ടിലുണ്ടായിരുന്നില്ല. അകത്തെ മുറിയിൽ ഒരു പ്രാർത്ഥനാ വിളക്കിനു മുന്നിൽ ശാന്തയായി ധ്യാനിച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മിയമ്മ. അമ്മയുടെ മനസ്സിൽ ഒരു പ്രശാന്തതയുണ്ടായിരുന്നു. സഹോദരിമാർ ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് കടന്നു. ധ്യാനം തീർന്ന ശേഷം ലക്ഷ്മിയമ്മ കണ്ണുകൾ തുറന്നു. മുന്നിൽ തലകുനിച്ച് കണ്ണിരാതിഞ്ഞു നിൽക്കുന്ന തന്റെ പെൺമക്കളെയും പേരക്കുട്ടികളെയും അവർ കണ്ടു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണ് നിങ്ങൾ വീണ്ടും വന്നത്? ശബ്ദത്തിൽ ഒരുതരം കടുപ്പമുണ്ടായിരുന്നു. 3 പേരും ഒരേ സ്വരത്തിൽ അമ്മയുടെ കാൽക്കൽ വീണ്, അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്തതൊരു വലിയ തെറ്റാണ്. അത്യാഗ്രഹം ഞങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ടുപരത്തി. ഞങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷ മതി. അമ്മ ഞങ്ങളെ ശപിക്കരുത്. കരഞ്ഞുകൊണ്ടവർ അമ്മയുടെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കൈകൾ തങ്ങളുടെ തലയിൽ വയ്ക്കാൻ അവരെ ആപിച്ചു. അമ്മ അവരുടെ നേരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം മക്കളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയുക? പക്ഷേ എന്റെ ക്ഷമ നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. എന്റെ മനസ്സ് വേദനിച്ചതിന് നിങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷ ഈ ലോകത്ത് അവസാനിക്കില്ല. എന്നാൽ എന്റെ മനസ്സ് ശാന്തമാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. മഹേഷ് വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് അമ്മയുടെ മടിയിൽ തലവച്ച് കരയുന്ന 3 സഹോദരിമാരെയാണ്. അവന്റെ കണ്ണുകൾ ചെറുതായി. അമ്മയുടെ മനസ്സിലെ വാത്സല്യം പൂർണ്ണമായി മാഞ്ഞുപോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? മഹേഷ് ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മ കൈകൊണ്ട് ആംഗ്യം കാണിച്ചവനെ ശാന്തനാക്കി. മോനെ, അവരെന്റെ മക്കളാണ്. അവർക്ക് തെറ്റുപറ്റി. എന്റെ പേരിൽ കേസെടുക്കുമെന്ന് നീ ഭീഷണിപ്പെടുത്തി അവരെ പറഞ്ഞയച്ചതാണ്. ഇനി നീ അവരെ ഉപദ്രവിക്കരുത്. മഹേഷ് തന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നിസ്സഹായനായി നിന്നു. അവന്റെ കണ്ണുകളിലെ ദേഷ്യം പതിയെ കെട്ടടങ്ങി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കാൽക്കൽ കണ്ട സ്വർഗം വെറുമൊരു വാമൊഴിയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയവൻ ലോകവും പരലോകവും വിജയിച്ചു.
അമ്മയുടെ കണ്ണിനു മുന്നിൽ കണ്ണുനീരൊഴുക്കി ഒരു പണവുമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മഹേഷ് സഹോദരിമാരോട് പറഞ്ഞു. സ്വന്തം അമ്മയെ ജീവനോടെ കുഴിച്ചിട്ട ആ 3 പെൺമക്കൾക്ക് അവരുടെ ജീവിതം ഒരു വലിയ പാഠമായിരുന്നു. അത്യാഗ്രഹം മനുഷ്യനെ കണ്ണില്ലാത്തവനാക്കും. എന്നാൽ അമ്മയുടെ സ്നേഹവും അനുഗ്രഹവുമാണ് ഓരോരുത്തരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.